الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യമുള്ള രാജാവാണ്. അവൻ അക്രമിയല്ല, ക്രൂരനല്ല, ഭീകരനല്ല. അവൻ അർഹമുർ റഹീമീനാണ്. അവന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യുക എന്നത് അവന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ നമുക്ക് തന്നിട്ടുള്ളതാണ് എല്ലാ സൽക്കർമ്മങ്ങളും. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മോടവൻ നിർദ്ദേശിച്ചതും അവന് അതുകൊണ്ടെന്തെങ്കിലും കാര്യം ലഭിക്കാൻ വേണ്ടി അല്ല. നാം തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അതുകൊണ്ട് അല്ലാഹുവിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ ഇല്ല. നാം ഒരു സൽക്കർമ്മം ചെയ്തതുകൊണ്ട് അല്ലാഹുവിന് എന്തെങ്കിലും നേടിയെടുക്കാനും ഇല്ല. അതേസമയം അവന്റെ അടിമകൾ അവർ സത്യസന്ധരായും കൃത്യനിഷ്ഠയുള്ളവരായും വാക്കുപാലിക്കുന്നവരായും സംസ്കരണമുള്ളവരായും സംസ്കാരമുള്ളവരായും ഭക്തിയുള്ളവരായും സത്യസന്ധരായും അതുപോലെ മറ്റെല്ലാ നന്മകളും ഗുണങ്ങളും ഒത്തുചേർന്നവരായി ജീവിക്കുന്നത് അവരുടെ ഭൗതികവും ആത്മീയവും പാരത്രികവുമായ വിജയത്തിന് അവർക്ക് ഗുണകരമാണ്. അതിനുവേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ധാരാളം ദൗർബല്യങ്ങളുണ്ടെന്ന് നന്നായി അറിയുന്ന, ലോകത്തിന്റെ മുഴുവനും രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന ലോകത്തിന്റെ സഖാവായ അല്ലാഹു ജല്ല ജലാലുഹു ആ ദൗർബല്യം നിമിത്തം അടിമകളായ മനുഷ്യരായ നമ്മിൽ നിന്ന് അപാകതകളും തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ന്യൂനതകളും സംഭവിക്കുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യൂനതകളും തെറ്റുകളുമെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ അവൻ തന്നെ പ്രത്യേകം സാഹചര്യങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും നമുക്ക് നൽകുകയുണ്ടായി. അങ്ങനെയാണ് ആഴ്ചയിൽ ഒരു ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ വേണ്ടി അല്ലാഹു തആല തന്നു. വെള്ളിയാഴ്ച ദിവസം മദ്രസകളും ദർസുകളൊന്നും പ്രവർത്തിക്കാറില്ല സാധാരണ നിലക്ക്. എന്തുകൊണ്ട്? അന്ന് അമല് ചെയ്യാൻ വേണ്ടി ഒഴിച്ചുവെച്ച ദിവസമാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സമയങ്ങൾ പ്രത്യേകം ബഹുമാനമുള്ളതായി അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം ജുമുഅ കഴിയുന്നത് വരെയുള്ള സമയം. ജുമുഅക്ക് ശേഷവും പ്രത്യേകം പുണ്യമുള്ളത് തന്നെയാണ്. വെള്ളിയാഴ്ച അസറിന്റെ ശേഷം പ്രത്യേകം പുണ്യമുള്ള സമയമാണ്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ രാത്രിക്കും പകലിനും എല്ലാം അല്ലാഹു തആല പ്രത്യേകം ബഹുമാനങ്ങൾ. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഒരു മാസം അവൻ തെരഞ്ഞെടുത്തു. അതാണ് പരിശുദ്ധ റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണെന്ന് അവൻ അതിന്റെ വലിയ മഹത്വമായി എടുത്തു പറഞ്ഞു. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ സൃഷ്ടികൾക്കും ഗുണകരമായ എല്ലാ അറിവുകളും ഉൾപ്പെടുത്തിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ.
ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബഹുമാനം നൽകി. എന്നാൽ അത് ആ മാസത്തിലുള്ള ഒരു രാത്രിയിലാണ് ഇറക്കപ്പെട്ടത് എന്നതുകൊണ്ട് ആ രാത്രി വർഷം തോറും വരുമ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന നിലക്ക് ആ രാത്രിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബഹുമാനം നൽകി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ സയ്യിദുസ് ശുഹൂർ മാസങ്ങളുടെ നേതാവായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. അർഹമർ റഹീമിനായ റബ്ബ് റമദാനിനെ സ്വീകരിക്കാനും യാത്രയാക്കാനും നമ്മുടെ ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. ആ റമദാൻ ശരീഫ് വരുമ്പോൾ റമദാനിനെ സ്വീകരിക്കാൻ നാം എല്ലാവരും സന്നദ്ധരാകണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജുമഅക്ക് ശേഷം സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്ക് നമ്മോട് വളരെ പെട്ടെന്ന് തന്നെ ചെന്നെത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഖുതുബയിൽ ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് അവർകൾ ഖുതുബയിൽ സൂചിപ്പിച്ചതും അതേ വിഷയം തന്നെയായിരുന്നു. ഖുർആൻ എടുത്തു നോക്കിയാൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പൊറുക്കലിലേക്കും നിങ്ങൾ ഓടിയെടുക്കണം, വളരെ പെട്ടെന്ന് എത്തിച്ചേരണം എന്നർത്ഥം വരുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പൊ നാം അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഓടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ ആയതിനു ശേഷം എനിക്ക് നന്നാകാം എന്ന് കരുതാൻ പാടില്ല. നാം ഇന്ന് മയ്യിത്ത് നിസ്കരിച്ച കൂട്ടത്തിൽ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് രാവിലെ എല്ലാ ജോലിയും എടുത്ത് ഉച്ച സമയത്ത് പെട്ടെന്ന് മരിച്ചുപോയ അഹമ്മദ് ഹാജിയുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഏത് സമയത്തും മനുഷ്യനെ മരണം പിടികൂടാം. അതുകൊണ്ട് തന്നെ ഞാൻ റമദാനാകുന്നത് വരെ ജീവിക്കും എന്ന് ആർക്കും കരുതാൻ വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഏതൊരു മനുഷ്യനും കിടന്നുറങ്ങുന്ന സമയത്ത് അവനവന്റെ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതുമൊക്കെ അതുപോലെ വസിയ്യത്തുകൾ എഴുതി വെച്ചിട്ടല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകി. കാരണം ഏത് സമയത്താണ് മനുഷ്യൻ മരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരറിവും ഇല്ല. എനിക്കൊരു വഅദ് പറഞ്ഞു തരണം നബിയെ, അത് ചുരുക്കി പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താഴ്മയോടുകൂടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ വാചകം നമുക്കറിയാം. ഇതാ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഫസല്ലി സ്വലാത്ത മുവദ്ദി, നിങ്ങൾ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിർവഹിക്കണം. ഇന്നിപ്പോൾ ഇശാ നിസ്കാരം നാം നിർവഹിച്ചിട്ടുണ്ട്. സുബ്ഹി നിസ്കരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും ഒരു വിവരവും ഇല്ല. അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി തെരുമാറാകട്ടെ. അതുകൊണ്ട് മനുഷ്യൻ കഴുകി വൃത്തിയായി നിൽക്കണം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴുകി വൃത്തിയായി നിൽക്കണം. മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ കഴുകുന്ന കഴുകൽ അത് മയ്യിത്തിന്റെ സമീപത്തുള്ള ആളുകൾക്ക് നിർബന്ധമാക്കി, അല്ലെങ്കിൽ മയ്യിത്തിന്റെ സമീപത്തുള്ളവർക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. കടലിൽ വീണ് മരിച്ചവനാണെങ്കിലും കുറെ ദിവസം വെള്ളത്തിലാണെങ്കിൽ പോലും മയ്യിത്ത് കുളിപ്പിക്കണമെന്ന് നിയമമുണ്ട്. ആ കുളിപ്പിക്കൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള നിർദ്ദേശത്തിന് വേണ്ടിയുള്ള കുളിപ്പിക്കലാണ്. അതേ സമയത്ത് യഥാർത്ഥമായ ഒരു കുളിപ്പിക്കൽ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണം. അതെപ്പോഴാണെന്നറിയാത്തതുകൊണ്ട് എപ്പോഴും കുളിച്ചിരിക്കണം. ആ കുളിക്കൽ വെള്ളം കൊണ്ടുള്ള കുളിയല്ല. ആ കുളിക്കൽ നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ശുദ്ധീകരിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പടച്ച റബ്ബിനോട് അങ്ങേയറ്റത്തെ ഖേദത്തോടുകൂടി തൗബ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുള്ള കുളിക്കലാണ്. മനുഷ്യന്റെ ആത്മാവ് കഴുകി വൃത്തിയാക്കി വെക്കുക. ഏറ്റവും ആദ്യമായി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമുക്കുണ്ടാകേണ്ടത് തൗബയാണ്, പാശ്ചാത്താപമാണ്.
പശ്ചാത്താപം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വളരെ പിന്നിലായിപ്പോയി. നമ്മുടെ സൽക്കർമ്മങ്ങൾ വളരെ ചുരുങ്ങിപ്പോയി. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ വേണ്ടതുപോലെ ഭക്തി ലഭിച്ചിട്ടില്ല. അതുപോലെ കർമ്മങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ വേണ്ടതുപോലെ നമ്മുടെ മനക്കരുത്തും അതുപോലെ ഇഖ്ലാസും പരിപൂർണമായിട്ടില്ല. അതേ സമയത്ത് തെറ്റുകൾ പലതും ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. ഈ തെറ്റുകളെല്ലാം റിക്കാർഡാക്കപ്പെട്ടിട്ടുണ്ട്. നന്മകൾക്ക് പല ന്യൂനതകളുമുണ്ട്. കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കൂടുതൽ ഖുർആൻ ഓതാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ദിക്ർ ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് സുന്നത്ത് നിസ്കരിച്ച് എത്രയോ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കമൊഴിച്ച് മുഴുസമയവും ദിക്റിൽ ജീവിച്ച് എത്രയോ മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം പലപ്പോഴും പട്ടിണി കിടന്നവരാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്, നാടൊട്ടാകെ ചുറ്റിക്കറങ്ങിയവരാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഭൗതികമായ അനുഗ്രഹം നൽകിയിട്ടുള്ളവരാണ് നാം. നമുക്ക് വസ്ത്രത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ല. ഓരോരുത്തർക്കും എത്ര ഷർട്ടാണുള്ളത്, എത്ര തുണിയാണുള്ളത് എണ്ണം പറയാൻ കഴിയാത്ത വിധം വസ്ത്രം അല്ലാഹു തന്നിട്ടുണ്ട്. നമുക്കാർക്കും അല്ലാഹു പട്ടിണി തന്നിട്ടില്ല. എന്റെ ചെറുപ്പത്തിൽ പോലും അരി കിട്ടാത്ത സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നമ്മുടെ ഉപ്പാപ്പമാർ പലരും പട്ടിണി കിടന്നിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു വിഷമം അല്ലാഹു തന്നിട്ടില്ല. വളരെ സൗകര്യമുള്ള വിശാലമായ വീടുകൾ അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പഴയ കാലത്തുള്ളതുപോലെ യാത്ര ചെയ്യാൻ പ്രയാസങ്ങൾ അല്ലാഹു തആല തന്നിട്ടില്ല. എല്ലാ അനുഗ്രഹങ്ങളും സാധുക്കളായ നമുക്ക് അല്ലാഹു തആല ദിനേന ചൊരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുൻഗാമികൾ വെള്ളിയാഴ്ച ദിവസം മൽക്കഹോദാതെ ഒരു വെള്ളിയാഴ്ചയും അവർക്ക് കഴിഞ്ഞു പോയിട്ടില്ല. സലാത്ത് അല്ലാതെ ഒരു സൽക്കർമ്മമില്ലാതെ അവർക്ക് വെള്ളിയാഴ്ചകൾ കഴിഞ്ഞു പോയിട്ടില്ല. പരിശുദ്ധ റമദാനിൽ എത്രയോ ഖത്മ് ഓതി തീർക്കാതെ അവരുടെ റമദാനുകൾ കഴിഞ്ഞു പോയിട്ടില്ല. സാധുക്കളോട് അവരുടെ സ്നേഹവും ബഹുമാനവും സഹായവും അവരുടെ കഴിവനുസരിച്ച് വളരെ വലുതായിരുന്നു. അവർ മുതഅല്ലിമീങ്ങളോടും ആലിമീങ്ങളോടും വലിയ ആദരവ് കാണിച്ചിരുന്നു. ഇന്നത്തെ ലോകം അതിൽ നിന്നെല്ലാം അകന്നുപോയി. എന്തൊരു വിഷയം വരുമ്പോഴും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ജനങ്ങൾ കടന്നു ചെല്ലുകയും ആവശ്യമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും പലപ്പോഴും വലിയ വലിയ ആലിമീങ്ങളെ തന്നെ കുറ്റം പറയുകയും ഗീബത്ത് പറയുകയും അനാവശ്യം സംസാരിക്കുകയും ചെയ്യുന്ന ചുറ്റുപാട്. എന്തിനധികം പറയണം? ജനങ്ങളോട് ആരെയും കുറ്റം പറയരുത്, ആരെയും ഗീബത്ത് പറയരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും അപമതിക്കരുത് എന്നിങ്ങനെ ഉപദേശിക്കേണ്ട പണ്ഡിതന്മാരുടെ നാവിലൂടെ പോലും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ഈ ആഖിർ സമാൻ എന്തുകൊണ്ടും മനുഷ്യൻ തെറ്റുകളിലേക്ക് നീങ്ങിപ്പോകാൻ സാഹചര്യമുള്ള കാലഘട്ടം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഈ മലീമസമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നാം കാണുന്നത് പലതും ഹറാം, കേൾക്കുന്നത് പലതും ഹറാം, സംസാരിക്കുന്നത് പലതും ഹറാം, അതുപോലെ കയ്യിൽ കിട്ടുന്നത് പലതും ഹറാം. അങ്ങനെ ഹറാമുമായി എത്രയോ ബന്ധപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നാം അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് അള്ളാഹുവിനോട് ഒരുപാട് സമയം മനസ്സ് പൊട്ടി നമ്മൾ മാപ്പ് പറയേണ്ടതുണ്ട്. എന്തെല്ലാം തെറ്റുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി, എന്തെല്ലാം തെറ്റുകൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിപ്പോയി, ഏതെല്ലാം തെറ്റുകൾ നമ്മുടെ വയറ്റിലേക്ക് എത്തിപ്പോയി, ഏതെല്ലാം തെറ്റുകളായ വാചകങ്ങൾ നമ്മുടെ കാതിൽ കേട്ടുപോയി, ഏതെല്ലാം തെറ്റുകൾ നമ്മുടെ കൈകൊണ്ട് പിടിച്ചുപോയി, ഏതെല്ലാം തെറ്റുകളിലേക്ക് നമ്മുടെ കാലുകൊണ്ട് നടന്നുപോയി. അല്ലാഹു തആല കാല് തന്നത് തെറ്റുകളിലേക്ക് നടന്നു പോകാനല്ല, അല്ലാഹു തആല കൈ തന്നത് ഹറാമ് പിടിക്കാനല്ല, അല്ലാഹു തആല വായ തന്നത് ഹറാമ് സംസാരിക്കാനല്ല, അല്ലാഹു തആല നമുക്ക് ഭക്ഷണവും വെള്ളവും തന്നത്, അത് ദഹിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നത്, വയറ് തന്നത്, കുടല് തന്നത്, ചെറുകുടല് തന്നത് ഹറാമ് കഴിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂര്യന്റെ വെളിച്ചം തന്ന്, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന്, ആരോഗ്യം തന്ന്, ഭക്ഷണം തന്ന്, വെള്ളം തന്ന്, വസ്ത്രം തന്ന്, കിടപ്പറ തന്ന്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് അവൻ വിരോധിച്ച പലതും സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. അവൻ കൽപ്പിച്ച പലതും നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞുപോയി. എന്റെ ബാപ്പ ഓതിയതുപോലെ ഖുർആൻ ഓതാൻ എന്നെ കൊണ്ടിന്നുവരെ സാധിച്ചിട്ടില്ല. എന്റെ ബാപ്പയെ പോലെ ഭക്തിയോടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ബാപ്പ ഒരു പണ്ഡിതനല്ല, പക്ഷേ സാധാരണക്കാരനാണെങ്കിലും എന്നെക്കാൾ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മുൻഗാമികളെപ്പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അതുപോലെ നമ്മുടെ മുൻഗാമികളെപ്പോലെ ഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഈ ഭക്തി നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനും നോമ്പുമൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാനാണ്, നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയതെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. ഈ ഭക്തി ഉണ്ടാകുന്ന നോമ്പായി നമ്മുടെ നോമ്പ് ആയി തീരണം. നമ്മുടെ പരിശുദ്ധ റമളാൻ ഭക്തിക്ക് കാരണമാകണം. അതിനാ റമളാൻ വരുന്നതിൽ നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാകണം. അല്ലാഹുവിന്റെ കാരുണ്യങ്ങൾ ചൊരിച്ചു തരുന്ന ദിനങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു എന്ന നിലക്ക് നമുക്ക് അങ്ങേയറ്റത്തെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ റമളാനിനെ സ്വീകരിക്കാനുള്ള സന്തോഷം വേണം. ആ റമളാനിനെ എത്തിച്ചു തരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ പരിശുദ്ധ റമളാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ശുദ്ധിയാകാൻ വേണ്ടി ശ്രമിക്കണം. ആ ശുദ്ധിയാകൽ എന്ന് പറയുന്നത് ഏറ്റവും ഒന്നാമതായി ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്ന അപാകതകളിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ മാപ്പ് ചെയ്യാൻ വേണ്ടി പടച്ച റബ്ബിനോട് താണുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരും കാണാതെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടുമായിരിക്കണം നാം ഒറ്റയ്ക്കിരുന്ന് ദക്കറല്ലാഹ ഖാലിയൻ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. അർശിന്റെ തണലിൽ ലഭിക്കുന്ന 7 പ്രത്യേകമായ ആളുകളെ എണ്ണിയപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ ഒരു വ്യക്തി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് ആലോചിച്ചു. അവന് എന്നെ എങ്ങനെ ശിക്ഷിക്കാനും അധികാരമുണ്ട്, എവിടെയും എന്നെ കൊണ്ടുപോയിടാൻ അധികാരമുണ്ട്. ആ റബ്ബ് എനിക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ വിചാരണ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, അവരെന്നെ ശിക്ഷിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ എനിക്ക് രക്ഷയ്ക്ക് വഴിയില്ല. ആ ചിന്തയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് ഓർമ്മിച്ച് ഒറ്റയ്ക്കിരുന്ന് ഫഫാദത്ത് ഐനാ, 2 കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി ഒഴുകിയ മനുഷ്യൻ. ആ മനുഷ്യന് അല്ലാഹു തആല അർശിന്റെ തണല് കൊടുക്കും. ആർക്കും തണല് കിട്ടാത്ത ദിവസമെന്ന് 7 വിഭാഗത്തിന് തണല് കൊടുക്കുന്നത് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചു. നീണ്ട ഹദീസാണ്. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാൻ അതിന്റെ പ്രവേശനത്തിന് വേണ്ടി അതേ സ്വർഗം 1 വർഷത്തോളം അലങ്കാരം നടക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. റമളാനിന്റെ ആദ്യത്തെ ദിവസമാകുമ്പോൾ തന്നെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അർശിന്റെ ചോട നിന്ന് ഒരു ചെറിയ വായു, ഒരു കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് സ്വർഗത്തിലുള്ള മരങ്ങളുടെയും സ്വർഗത്തിലുള്ള വാതിലുകളുടെ സമീപത്തുകൂടിയുമൊക്കെ അടിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത മധുരമുള്ള ശബ്ദമുണ്ടാകുന്നു. ആ ശബ്ദം കേൾക്കുന്ന സ്വർഗത്തിലുള്ള ഹൂറുൽ ഈൻ എന്ന് പറയുന്ന സുന്ദരികളായ തുല്യതയില്ലാത്ത സ്ത്രീകൾ, അതേ അർഹമുർ റഹീമീനായ റബ്ബ് സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ അലങ്കാരം നൽകി, പ്രത്യേകമായ അലങ്കാരവും പ്രത്യേകമായ സൗണ്ടും നൽകി ഹൂറുല്ലീങ്ങളെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് ഹൂറുല്ലീങ്ങൾ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന റിദ്വാൻ എന്ന മലക്കിനെ വിളിച്ച് ഈ രാത്രി ഏതാണ് എന്താണെന്ന് ചോദിക്കുമ്പോ ആ ഹൂറുല്ലീങ്ങൾക്ക് റിദ്വാൻ എന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് റമളാനിന്റെ ആദ്യത്തെ രാത്രിയാണെന്ന് മറുപടി പറയുകയും
ഇന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ ദിവസമാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അതിന് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നരകത്തിന്റെ വാതിലടക്കാൻ കൽപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഭൂമിയിലിറങ്ങി പിശാചികൾക്ക് അതേ ജനങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത വിധം പിശാചിനെ പിടിച്ചുകെട്ടാൻ ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനിന്റെ മഹത്വം ഇങ്ങനെ പഠിപ്പിക്കുന്നു. 3 പ്രാവശ്യം അല്ലാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായി ഒരാൾ രാത്രി സമയത്ത് വിളിച്ചു പറയുകയാണ്, ഹൽ മിൻ സായിൽ, എന്നോട് പ്രാർത്ഥിക്കുന്ന വല്ലവനുമുണ്ടോ, ഞാനവന് കൊടുക്കുന്നതാണ്. ഹൽ മിൻ തായിബ്, എന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനുണ്ടോ, ഞാനവന് മാപ്പ് കൊടുക്കുന്നവനാണ്. ഹൽ മിൻ മുസ്തഗ്ഫിർ, ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ, ഞാനവന് പുറത്തു കൊടുക്കുന്നവനാണ്. ആരാണ് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ളത്, ആരാണ് മർജിതനെ സഹകരിക്കാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം വിളിച്ചു പറയാൻ ആളെ നിശ്ചയിക്കുകയാണ്. ആ പരിശുദ്ധ റമളാനിന്റെ ഓരോ ദിവസവും നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങള്, ലക്ഷക്കണക്കിന് ജനങ്ങള് നരകത്തിൽ നിന്ന് അല്ലാഹു ജല്ല ജലാലുഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അവസാനത്തെ ദിവസമെത്തുമ്പോൾ അന്നേ വരെ മോചിപ്പിച്ച ദിവസങ്ങളിൽ എത്ര ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ടോ അത്രയും ആളുകളെ അവസാനത്തെ ദിവസം വീണ്ടും മോചിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ധാരാളം മലക്കുകളുടെ കൂടെ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹ്. മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന രാത്രിയാണത്. അതേ, ആത്മാവ് ഇറങ്ങി വരുന്ന രാത്രിയാണത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രാത്രിയാണത്. മഹാന്മാരാത്മാക്കളും ഇറങ്ങി വരുമെന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ആ മഹത്തായ ദിവസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് അതേ ഒരു പച്ചക്കൊടിയുണ്ട് കൈവശത്തിൽ. ആ പച്ചക്കൊടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ മേലെ കൊണ്ടുപോയി കുത്തുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകം മുഴുക്കെ ഭൂമി നിറയെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാരുണ്യമെത്തുന്നു. അവിടുത്തെ ചിറക് വിരിക്കുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മറ്റ് മലക്കുകളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളിൽ നിസ്കരിക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്, ദിക്റ് ചൊല്ലുന്നവരുണ്ട്, മഖബറകളിൽ പോയി അതേ ബാപ്പ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്, ദിക്റിന്റെ ഹൽഖയിൽ പങ്കെടുക്കുന്നവരുണ്ട്, സലാത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവരുണ്ട്, മൈതാനിയിൽ വഅദ് കേൾക്കുന്നവരുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല സൽക്കർമ്മങ്ങളിലുമായിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾ ഉള്ളത്. യുസാഫിഹൂനഹും, അവർക്കെല്ലാം മലക്കുകൾ കൈകൊടുക്കുന്നു, മലക്കുകൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. അവർ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നു. അങ്ങനെ സുബ്ഹി വരെ വലിയ സംഭവങ്ങൾ മലായികത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നടക്കുന്നു. നേരം വെളുത്താൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് അർറഹീൽ അർറഹീൽ, നമുക്ക് തിരിച്ചാകാശത്തേക്ക് യാത്ര ചെയ്യാനുണ്ടെന്ന് അറിയിക്കുന്നു. മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ പല വിഷയത്തിലും പടച്ച റബ്ബിനോട് ആവശ്യപ്പെട്ടല്ലോ. അല്ലാഹു എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ നദറല്ലാഹു ഇലൈഹിം ഫീ ഹാദിഹിൽ ലൈലത്തി ഫഅഫാ അൻഹും വഗഫറ ലഹും. എല്ലാവർക്കും അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട്, പുറത്തു കൊടുത്തിട്ടുണ്ട്. 4 ആളുകളെ അല്ലാഹു പുറത്തു കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നു. ആരാണതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് കള്ളുകുടി പതിവാക്കിയ മനുഷ്യനാണ്. പരിശുദ്ധ റമളാൻ അടുത്തിട്ടും അവൻ മദ്യപാനം കൈയൊഴിച്ച് ഇനിമേലിൽ മദ്യപിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇനിമേലിൽ ലഹരി ഞാൻ സ്പർശിക്കുകയില്ല, ഞാൻ തൊടുകയില്ലെന്നുറപ്പിച്ച് പടച്ച റബ്ബിനോട് പൊട്ടി പൊട്ടി കരഞ്ഞ് പൂർവകാലത്തിൽ വന്നുപോയ തെറ്റിന് മാപ്പ് ചോദിച്ച് അവൻ അല്ലാഹുവിനെ കൊണ്ട് മാപ്പാക്കിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് അല്ലാഹു ജല്ല ജലാലുഹു പൊറുത്തു കൊടുക്കുകയില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നതിന് പകരം അവരെ പൊരുത്തക്കേട് സമ്പാദിക്കുന്നവന് ലൈലത്തുൽ ഖദ്റിലും അല്ലാഹു മാപ്പ് കൊടുക്കൂല. റഹിമിൻ കുടുംബബന്ധം മുറിക്കുന്നവന് ചെറിയ ഒരു ഇഞ്ചി ഭൂമിക്ക് വേണ്ടിയോ ഒരു തൈക്ക് വേണ്ടിയോ ചെറിയ ചില്ലിക്കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ? കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ? പരസ്പരം കിബറിന് വേണ്ടി അവനെന്താ എന്റെ അടുക്കൽ വന്നാല് ഞാൻ എന്തിനാ അവന്റെ അടുക്കൽ പോകുന്നത്? അവനെന്താ എന്നെ വിളിച്ചാല് ഞാൻ എന്തിനാ അവനെ വിളിക്കണം എന്നിങ്ങനെയുള്ള ദുർവാശി കൊണ്ട് കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്നവരില്ലേ? ആ കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലൈലത്തുൽ ഖദ്റിലും അല്ലാഹു മാപ്പ് കൊടുക്കൂല. ഇതുപോലെ പരസ്പരം പിണങ്ങുന്നവരും പരസ്പരം പിണങ്ങാൻ വേണ്ടി സംസാരിക്കുന്നവരും പരസ്പരം വാളൂരുന്നവരും പരസ്പരം എപ്പോഴും കലഹിക്കണമെന്ന് ചിന്തിക്കുന്നവരും അതിനുവേണ്ടി ഏഷണിയും ഭീഷണിയും ഒക്കെ നടത്തുന്നവരും അത്തരം ആളുകൾക്കും അല്ലാഹു ജല്ല ജലാലുഹു മാപ്പ് കൊടുക്കൂല. പെരുന്നാളിന്റെ രാത്രിയാകുമ്പോൾ ആ രാത്രി സമ്മാനം കൊടുക്കുന്ന രാത്രിയാണ്. നമ്മൾ ഓർക്കണം, അതേ റമദാനിൽ നന്നായി നിസ്കരിച്ച് റമദാനിലെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. അതിന് ഖിയാമു റമദാൻ എന്നൊരു പേര് തന്നെയുണ്ട്. റമദാൻ നിസ്കാരം എന്നാണ് അതിന്റെ പേര്. അത് റമദാനിൽ മാത്രമുള്ളത് കൊണ്ടാണ് ആ പേരതിന് ലഭിച്ചത്. മറ്റൊരിക്കലും ആ നിസ്കാരമില്ല. ഏതുപോലെ സലാത്തുൽ ജുമുഅ വെള്ളിയാഴ്ചത്തെ നിസ്കാരം അത് വെള്ളിയാഴ്ചയല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് അതിന് സലാത്തുൽ ജുമുഅ എന്ന പേര് കിട്ടിയത്. അതേപോലെ സലാത്തു സുബ്ഹ് അത് പ്രഭാത നിസ്കാരം പ്രഭാതത്തിലുള്ളത് കൊണ്ട് ആ പേര് കിട്ടിയത്. ഇതുപോലെ ഖിയാമു റമദാൻ റമദാൻ നിസ്കാരം എന്ന പേരതിന് കിട്ടാൻ തന്നെ കാരണം അത് റമദാനിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരിക്കലുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അങ്ങനൊരു നിസ്കാരമില്ലെന്ന വാദക്കാരാണ്. അവരെ പിന്തുടരുന്ന പുത്തൻവാദികൾ അങ്ങനെ റമദാനിൽ മാത്രമൊരു നിസ്കാരമില്ലെന്ന് ഇപ്പോൾ കേരളത്തിൽ വാദിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലില്ലാത്തതുണ്ടാക്കിയ മനുഷ്യനാണെന്ന് പറഞ്ഞ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികളുടെ ആശയം കടമെടുത്തതാണ് ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അത് പണ്ഡിതന്മാർക്കറിയാം. ആ വാദത്തിലൊന്നും ഒരു മുസ്ലിമും പെട്ടുപോകരുത്. ഒറ്റ വാക്കിൽ മാത്രം പറയുന്നു, അവരുടെ ആശയം തെറ്റിദ്ധരിച്ചു പോയവർക്ക് അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ് ഖിയാമു റമദാൻ. അത് 4 മദ്ഹബിലും 20 റകഅത്താണ്. കാരണം സഹാബത്ത് 20 റകഅത്ത് പരസ്യമായി നിസ്കരിച്ച് കാണിച്ചതാണ്. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി.
പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി പരിശുദ്ധ റമദാനിൽ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി കടക്കുന്ന നിസ്കാരം അത് തറാവീഹാണ്. ആ തറാവീഹ് ആദ്യം കുറച്ചു ദിവസം നിസ്കരിച്ച് അവസാനം രാത്രികൾക്ക് ബഹുമാനം കൂടുമ്പോ അതിന് പങ്കെടുക്കാത്ത ഭാഗ്യമില്ലാത്ത ജനങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. റമദാനിന് മഹത്വം കൂടുമ്പോൾ ഖുർആൻ ഓതുന്നത് കുറയ്ക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. റമദാനിന് മഹത്വം കൂടുമ്പോൾ തറാവീഹിന് പങ്കെടുക്കാത്തവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. പരിശുദ്ധ റമദാനിന് ദിനേന മഹത്വം കൂടുകയാണ്. അങ്ങനെ കൂടി വന്ന് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസം വളരെ മഹത്വമുള്ള രാത്രി അന്നാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതേ 1-ാം തീയതി മുതൽക്ക് 29 വരെ എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അത്രയും ആളുകൾ ഒരൊറ്റ രാത്രിയിൽ മോചിപ്പിക്കും. അത് അവസാനത്തെ രാത്രിയാണ്. ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ സ്ഥാനം കൂടി വരികയാണ്. സ്ഥാനം കൂടുമ്പോൾ പള്ളിയിൽ ആളില്ലാതെയാകുന്നു. സ്ഥാനം കൂടുമ്പോൾ ജമാഅത്തിനാള് കുറയുന്നു. സ്ഥാനം കൂടുമ്പോൾ ഖുർആനോത്ത് നിർത്തുന്നു. സ്ഥാനം കൂടുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്നു. ചിന്തയില്ലാത്തവരുണ്ടോ? അതുകൊണ്ട് ദിവസം മുന്നോട്ട് പോകുമ്പോ ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഖുർആൻ ഓതാൻ നോക്കണം. ആദ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ സദഖ കൊടുക്കാൻ നോക്കണം. ആദ്യം ഇത്തികാഫിരുന്നതിനേക്കാൾ കൂടുതൽ ഇത്തികാഫിരിക്കാൻ നോക്കണം. ഒരിക്കലും തന്നെ അവസാനം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയം അതല്ലേ വാസ്തവത്തിൽ നമുക്ക് കിട്ടേണ്ട സമ്മാനം. അവ്വലുഹു റഹ്മ. പരിശുദ്ധ റമദാൻ വരുന്നു. അതിന്റെ തുടക്കം തന്നെ കാരുണ്യമാണ്. ആ കാരുണ്യം ലഭിക്കുമ്പോൾ വൗസതുഹു മഗ്ഫിറ. അതിന്റെ മധ്യഭാഗം അതേ പടച്ചവൻ പുറത്തു തരലാണ്. വആഖിറുഹു ഇത്ഖും മിനന്നാർ. അവസാനം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കലാണ്. പടച്ച റബ്ബേ, അങ്ങനെ മോചനം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഭാര്യമാരെയും സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ആഖിറുഹു ഇത്ഖും മിനന്നാർ. അവസാനം നരകത്തിൽ നിന്ന് മോചനമാണ്. കാരുണ്യം ലഭിക്കുന്നു, പാപം പൊറുക്കുന്നു. അവസാനം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അത് വർദ്ധിച്ചു വരുന്ന സമയങ്ങളിൽ അമല് പിന്നോട്ട് പോകുന്നൊരു സ്വഭാവമാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരാറുള്ളത്. അത് വളരെ അപകടം തന്നെ. ആ സമയമാകുമ്പോൾ അവസാനം അല്ലാഹു ജല്ല ജലാലുഹു സമ്മാനം കൊടുക്കുന്നൊരു ദിനം. ആ സമ്മാനം കൊടുക്കുന്ന ദിനം സന്തോഷത്തിന്റെ ദിനമാണ്. അതാണ് ചെറിയ പെരുന്നാള് ദിനം. അത് സമ്മാനം കൊടുക്കുന്ന ദിനമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിനത്തെ സംബന്ധിച്ച് പറയുന്നത് തന്നെ ഹദീസിൽ കാണാം. ചെറിയ പെരുന്നാളാകുമ്പോൾ സുമ്മിയത്ത് തിൽക്കൽ ലൈല ലൈലത്തുൽ ജായിസ. പാരിതോഷികത്തിന്റെ രാത്രിയാണത്. പെരുന്നാള് രാവ്. പടച്ചവൻ പാരിതോഷികം കൊടുക്കുന്ന, പടച്ചവൻ അവാർഡ് നൽകുന്ന, പടച്ചവൻ അതാ സമ്മാനം കൊടുക്കുന്ന രാത്രിയാണ്. ആ രാത്രികൾ ഏതെങ്കിലും റോട്ടിന്റെ മേലെ പോയിട്ട് പടക്കം പൊട്ടിച്ചിട്ട് അവിടെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയല്ല വേണ്ടത്. അതേ അങ്ങാടിയിൽ പോയി കൂടി നിന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന ഭയമുണ്ടാക്കുകയല്ല വേണ്ടത്. മുസ്ലിം ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. മുസ്ലിം ചെറുപ്പക്കാരാലോചിക്കണം. പുണ്യദിനങ്ങൾ ബഹളത്തിന്റെ ദിനങ്ങളാകരുത്. പുണ്യദിനങ്ങൾ വർഗീയതയ്ക്ക് കാരണമായി
കാരണമാകരുത്. പുണ്യദിനങ്ങൾ കലഹത്തിന് കാരണമാകരുത്. അങ്ങാടിയിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ലൈലത്തുൽ ഖദ്റിന് അങ്ങാടിയിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ചെറിയ പെരുന്നാളിന് അങ്ങാടിയിൽ ബഹളം വെക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ പടക്കം പൊട്ടിച്ച് അതാ വാഹനത്തിന്റെ മുന്നിൽ എറിഞ്ഞ് പുകയുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കിടക്കുന്ന കന്നുകാലികളെ പടക്കം പൊട്ടിച്ചിട്ട് അതാ പേടിപ്പിച്ച് വിറപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ഉറക്കിക്കിടത്തിയ ചെറിയ പിഞ്ചുമക്കളെ ഉറക്കി ഞെട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. ആ ദിവസം സമ്മാനം കിട്ടുന്ന ദിവസമാണ്. സമ്മാനം തരുന്നവൻ അള്ളയാണ്. ആ സമ്മാനം കിട്ടാൻ പെരുന്നാൾ അറിഞ്ഞതോടുകൂടെ ധാരാളം പുകഴ്ത്തണം ആ രാജാവിനെ. അതാണ് തക്ബീർ എന്ന് പറയുന്നത്. ഇപ്പോൾ തക്ബീറുകൾ ചൊല്ലാൻ ആരുമില്ല. പടക്കം പൊട്ടിക്കാൻ ആളുണ്ട്, അങ്ങാടിയിൽ ബഹളം വെക്കാൻ ആളുണ്ട്. എന്ത് സംഭവിച്ചു പോയി നമ്മുടെ സമുദായത്തിന്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവെ പുകഴ്ത്തുന്ന വാചകങ്ങൾ നമ്മുടെ നാവിലൂടെ വരേണ്ട രാത്രിയാണത്. അല്ലാഹുവിനെ പുകഴ്ത്തേണ്ട രാത്രിയാണത്. അങ്ങനെ പെരുന്നാളിന്റെ രാത്രി, സമ്മാനം കൊടുക്കുന്ന രാത്രി, അല്ലാഹുവിനെ പുകഴ്ത്തി തക്ബീർ ചൊല്ലുന്നവരാകണം. പോരാ, ആ സമ്മാനത്തിന്റെ രാത്രി പിന്നെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെരുന്നാളിന്റെ രാവിലെയായാൽ എല്ലാ നാടുകളിലും മലക്കുകളെ പറഞ്ഞേക്കുന്നു റബ്ബ്. ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു. അവരോരോ വഴിക്കും പോയി നിൽക്കുന്നു. അവിടെ വെച്ചതാ അവരിങ്ങനെ വിളിച്ചു പറയുന്നു, യാ ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ സമുദായമേ, ഉഖ്റുജൂ ഇലാ റബ്ബിൻ കരീം. ധാരാളം കൊടുക്കുന്ന ആ കരീമായ റബ്ബിലേക്ക് ഇറങ്ങി വന്നോളൂ. അവൻ പാപം ഒക്കെ പൊറുത്തു തരുന്നവനാണ്. അവര് പെരുന്നാൾ നിസ്കാരത്തിന് ചെന്ന് അവിടെ നിന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഖുതുബ തീരുന്നത് വരെ ഇരുന്ന്, ചിലരുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ ആ ഖുതുബക്ക് നിൽക്കാതെ പോകുന്ന ഹതഭാഗ്യവാന്മാർ. അങ്ങനെയായി പോകരുത്. ഖുതുബ കഴിയുന്നത് വരെ ഇരിക്കണം. അത് ആ നിസ്കാരത്തിന്റെ ഒരു ഭാഗമല്ലേ, അതിനോട് ചേർന്നുള്ള ഖുതുബയല്ലേ. അത് കഴിയാതെ ഇറങ്ങിപ്പോകരുത്, ഇരിക്കട്ടെ. അങ്ങനെ ഖുതുബ കഴിഞ്ഞ് പോകുമ്പോൾ മലക്കുകളതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു, അതേ മാജസാഉൽ ലജീരി ഇദാ അമില അമലഹു. കൊടുത്ത പണി ഒരു ജോലിക്കാരൻ എടുത്താൽ ആ തൊഴിലാളിക്ക് എന്താണ് പ്രതിഫലം കൊടുക്കുക? ഓ മലക്കുകളെ, കൊടുത്ത പണി ശരിക്കും എടുത്ത ഒരാൾക്ക് എന്താണ് പ്രതിഫലം കൊടുക്കുക എന്ന് മലക്കുകളോട് അല്ലാഹു ജല്ല ജലാലുഹു ചോദിക്കുമ്പോൾ, ഇലാഹനാ വ സയ്യിദനാ, ഞങ്ങളുടെ ഇലാഹായ, ഞങ്ങളുടെ രാജാവായ അല്ലാഹ്, ആ ജോലി കൃത്യമായി എടുത്തവന് മാന്യനായ വ്യക്തിയാണെങ്കിൽ പരിപൂർണമായ പ്രതിഫലം കൊടുക്കുകയല്ലേ എന്ന് പറയുമ്പോ അല്ലാഹു ജല്ല ജലാലുഹു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് തഖ്വയോടെ തിരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് മലായികത്തിനോട് പറയുന്നു, അന്നീ ഖദ് ജഅൽതു സവാബഹും മിൻ സിയാമിഹിം ശഹ്റ റമളാൻ വ ഖിയാമഹു. പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുകയും അതിന്റെ രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്റെ പൊരുത്തവും എന്റെ മഗ്ഫിറത്തും എന്റെ പൊറുക്കലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മലക്കുകളെ, എന്റെ അടിമകളെ, സലൂനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ. എന്റെ ഔന്നത്യം മുൻനിർത്തി, എന്റെ മഹത്വം മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ലാ തസ്അലൂനിൽ യൗമ ശൈഅൻ ഫീ ജംഇകും ലിആഖിറതികും. നിങ്ങൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് വന്ന് ഒരുമിച്ച് കൂടിയ സമയത്ത് നിങ്ങൾ എന്താണോ എന്നോട് ചോദിക്കുന്നത്, ഇല്ലാ അഅതൈതുകും, അതെന്തായാലും ഞാൻ തന്നിരിക്കും കേട്ടോ.
വലാലി ദുന്യാക്കും മിന്നാ നദർതു ലക്കും, നിങ്ങളെ ദുന്യാവിന്റെ കാര്യം ചോദിച്ചാൽ അതും നിങ്ങളിലേക്ക് ഞാൻ അതാത് പരിഗണിച്ച് നിങ്ങളെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. ഫവഇസ്സതി, എന്റെ ഔന്നത്യത്തെ മുൻനിർത്തി പറയട്ടെ, അതെ നിങ്ങൾക്ക് എന്തെല്ലാം അബദ്ധങ്ങളും അപാകതകളും വന്നു പോയിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മറച്ചു വെക്കും. പക്ഷേ ഇനിമേലിൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അതാ ഞാനുണ്ടെന്ന ബോധത്തോടെ നിങ്ങൾ ജീവിക്കണേ. നിങ്ങളെ ഞാൻ അതാ ജനങ്ങൾക്കിടയിൽ വഷളാക്കി ശിക്ഷിക്കുകയില്ല. ദോഷം പൊറുക്കപ്പെട്ടവരായ നിലക്ക് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ. നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുമുണ്ട് എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുന്നൊരു സമയം പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോൾ ആ സദസ്സിലുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഈ പള്ളിയിലും അതുപോലെ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മളൊരു ഫാത്തിഹ ഓതി നമ്മളിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യും. കാരണം അന്നത്തെ ദിവസം നമുക്ക് മാപ്പ് കിട്ടുമ്പോൾ നമ്മളാക്കിയ നമ്മുടെ മുൻഗാമികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളെല്ലാം അതേ നിലക്ക് നിർവഹിക്കുകയും ഒന്നിനും ഭേദഗതി വരുത്താതെ സാലിഹീങ്ങളെ പിന്തുടർന്ന് നമ്മുടെ ജീവിതം നയിക്കണം. മക്ക ശരീഫിൽ മസ്ജിദുൽ ഹറാമിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച സഹാബത്ത് അത് നടപ്പാക്കിയതുപോലെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 20 റക്അത്ത് തറാവീഹ് പഠിപ്പിക്കുന്നു. ആ 20 റക്അത്ത് തറാവീഹ് തന്നെ മക്കയിലും മദീനയിലും നടത്തുന്നത് പോലെ നമ്മൾ നിസ്കരിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ, ദുഹർ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം ഒരു ജുസ് ഖുർആൻ, അസർ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം ഒരു ജുസ് ഖുർആൻ, പിന്നെ രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ പിന്നെയും ഒരു ജുസ് ഖുർആൻ. ഇങ്ങനെ ഒരാൾ ഖുർആൻ ഓതാൻ ഒരുങ്ങിയാൽ അരമണിക്കൂർ ഒരു ജുസ് ഖുർആൻ ഓതാൻ മതി. അങ്ങനെ ഓതാൻ തുടങ്ങിയാൽ 4 ഖത്മ്, 4 ജുസ് ഖുർആൻ ഒരു ദിവസം നമുക്ക് ഓതാൻ സാധിക്കും. അങ്ങനെ വന്നാൽ വളരെ പെട്ടെന്ന് നമുക്കൊരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒരു ഖത്മ് ഓതി തീർക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ സമയം വെച്ച് ഇന്ന സമയത്ത് ഇത്ര ഓതുമെന്ന് തീരുമാനിക്കാൻ അതിനൊരു ചെറിയൊരു ചാർട്ട് നമ്മളെ കയ്യിലുണ്ടാകണം. ആ ചാർട്ടിൽ നമ്മൾ ഓതുന്നത് അപ്പോൾ രേഖപ്പെടുത്തണം. എപ്പോഴെങ്കിലും ഒരു സമയം വിട്ടുപോയാൽ അത് മറ്റൊരു സമയത്ത് ഓതാൻ നോക്കണം. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഖുർആനോത്തിന് സമയം കാണണം. അല്ലെങ്കിൽ ഓതാന്ന് വിചാരിക്കും ഓതലുണ്ടാവില്ല. നമ്മൾ അങ്ങാടിയിൽ നിന്ന് നേരം വെക്കും. അതുപോലെ തന്നെ വർത്താനം പറഞ്ഞ് നേരം വെക്കും. പള്ളിയുടെ മുറ്റത്ത് വന്ന് നിങ്ങൾ കാണുന്നില്ലേ ചില ആൾക്കാർ പോയത്തക്കാരി എന്ന് പറയാം. പള്ളിയുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ വർത്താനം പറയാം, മുറ്റത്ത് നിന്നിട്ട് വർത്താനം പറയാം. അങ്ങനെയല്ലല്ലോ വേണ്ട. പള്ളി കയറിയിരുന്ന് എന്നിട്ട് ഖുർആൻ ഓതുക, ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഇൽമു കേൾക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് അവരുടെ വളരെ അർത്ഥവത്തായ ക്ലാസ് പരിശുദ്ധ റമദാനിന്റെ തുടക്കം മുതലേ നടക്കും. നിങ്ങളെല്ലാവരും വരികയും നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് വിവരം കൊടുത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഞാൻ പറയുന്നു. ഒരുപാട് മസലകളും നിയമങ്ങളും ഒരുപാട് ഇൽമുകളും അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് വിതരണം ചെയ്യുന്ന സമയം നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കണം. അതുപോലെ ഓരോ പ്രദേശങ്ങളിലും ഇൽമു പറയുന്ന സദസ്സുകൾ അത് സജീവമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തന്നതിൽ നിന്ന് സാധുക്കൾക്ക് നൽകാൻ വേണ്ടി നോക്കണം. അതുപോലെ കച്ചവടത്തിന്റെയും മറ്റും സക്കാത്ത് അത് കൊല്ലം തികയുമ്പോൾ കൊടുക്കൽ നിർബന്ധമാണ്. അത് കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും റമദാനിന്റെ സമയത്തെങ്കിലും അത് കൊടുത്തിരിക്കണം. അങ്ങനെ അപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണത്, പിന്നേക്ക് വെക്കേണ്ട സംഗതി അല്ല. എന്നാലും പലരും റമദാനിൽ ആണ് സക്കാത്ത് ചിലർക്ക് കൊടുക്കാറുള്ളത്. അങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും കമ്മിറ്റികൾക്കൊന്നും സക്കാത്ത് കൊണ്ട് കൊടുത്തേക്കരുത്. അങ്ങനെ കൊടുത്താൽ അവർ കൊണ്ടുപോയി ബാങ്കിലിടും, പലിശ വാങ്ങും, അവർക്ക് ഹലാലും ഹറാമും ഇല്ലാതെ ഉപയോഗപ്പെടുത്തും. അതേ സമയത്ത് വിശ്വസ്തനായ
അള്ളാഹുവിനെ ഭയപ്പെടുന്ന, കൊടുത്താൽ ഒരു നയാകാശം അള്ളാഹു പൊരുത്തപ്പെട്ട നിൽക്ക് അർഹതപ്പെട്ടവർക്കല്ലാതെ കൊടുക്കുകയില്ല എന്ന് ബോധ്യമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒരാൾ സക്കാത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് വിരോധം ഇല്ല. കാരണം അദ്ദേഹത്തിന് എവിടെ കൊടുക്കാം, ആർക്ക് കൊടുത്തുകൂടാ, എങ്ങനെ കൊടുക്കണം എന്നറിയാം. അങ്ങനത്തെ ഒരാളെ ഏൽപ്പിക്കുന്നതിന് വിരോധം ഇല്ല. അതേ സമയത്ത് ദീനിന്റെ നിയമങ്ങൾക്കൊന്നും യാതൊരു വിലയും ഇല്ലാത്ത നിലക്ക് കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റികൾക്കൊന്നും സക്കാത്ത് കൊടുത്ത് നമ്മുടെ സക്കാത്ത് നഷ്ടപ്പെടുത്തരുത്. സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത്, തൗബ കൊണ്ട് നാം പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞിരുന്നതാണ് എന്റെ ഓർമ്മ. നമ്മുടെ തൂവക്കുന്നിലെ സിറാജുൽ ഹുദയുടെ സ്കൂളിന്റെ മുറ്റത്ത് ഒരു ദിക്ർ ഹൽക്ക നടന്നപ്പോൾ ശഅബാൻ മാസത്തിൽ ഞാൻ അവസാനം അവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ റമദാൻ വരെ കാത്തിരിക്കാൻ പാടില്ല. കാരണം റമദാൻ വരെ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അന്ന് എന്നോട് വളരെയേറെ സ്നേഹത്തോടെ സംസാരിച്ച, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് സഹായിച്ച വിളക്കോട്ടൂരിലെ അബൂബക്കർ ഹാജി, ഞാൻ ഇവിടെ വന്ന് പിറ്റേ ദിവസം അദ്ദേഹം മരിച്ച വിവരമാണ് കേൾക്കുന്നത്. അന്നത്തെ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ എത്ര ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കുക. അദ്ദേഹം വാഗ്ദത്തം ചെയ്ത 1 ലക്ഷം ഉറുപ്പിക പിന്നീട് അദ്ദേഹത്തിന്റെ അനന്തരക്കാരാണ് എന്റെ കൈവശത്തിൽ കൊണ്ടുവന്നു തന്നത്. നമുക്കെപ്പോഴാണ് മരണം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും എപ്പോഴും മരിക്കാൻ വേണ്ടി ഒരുങ്ങി ജീവിക്കണം. നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദിക്ർ ഹൽക്കയിൽ കിട്ടുന്ന സംഭാവന സിറാജുൽ ഹുദയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പാവപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണം, ചികിത്സ, അതുപോലെ വിവാഹം, എങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് ചെലവഴിക്കാറുള്ളത്. എത്രയോ വലിയ സംഖ്യ അതിനുവേണ്ടി തന്നെ ആവശ്യമാണ്. ഇന്നലെ രാത്രി ഞാൻ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി 2 കാലും കുഴഞ്ഞിട്ട് തീരെ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ നോക്കും വളരെ പാവപ്പെട്ടവനാണ്. ഉമ്മ വേറെയാണ്, ബാപ്പ വേറെയാണ്. പിന്നെ വളരെ പ്രായം ചെന്ന പെങ്ങന്മാരൊക്കെ ഉണ്ട്. അതിന്റെ ടെൻഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ ഇന്നലെ രാത്രി മന്ത്രിച്ചൊക്കെ കൊടുത്ത് രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ വലിയ ഒരു ഓപ്പറേഷൻ ഒക്കെ മുമ്പ് കഴിഞ്ഞു. വലിയ സംഖ്യ കുട്ടിയുടെ ചികിത്സക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇന്ന് ഉച്ചക്ക് ജുമഅക്ക് ശേഷം ആ കുട്ടിയുടെ രോഗം മാറാൻ പ്രത്യേകം വിചാരിച്ചു. വൈകുന്നേരം ഇപ്പോൾ ഒരാളുമായിട്ട് പറഞ്ഞു, ഓൻ എണീറ്റ് നടന്നു, പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയല്ല, നടന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് രോഗം മാറ്റിത്തരുന്നവൻ. അല്ലാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നു. നമ്മുടെ സ്ഥാപനത്തിന് ഞാൻ യതീം കുട്ടികളെന്നും പറയില്ല, യതീം ഖാനാന്നും പറയില്ല. കാരണം ഇവിടെ യതീം ഉണ്ടാവും, എല്ലാത്തൊക്കെ ഉണ്ടാവും. ആവശ്യമുള്ളതിന് ചെലവഴിക്കുക, അതാണ് ഏറ്റവും സുഖം. അതേസമയത്ത് യതീമിന് വേണ്ടി തന്നാൽ അത് യതീമിന് മാത്രമേ ചെലവഴിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും ചെലവഴിക്കാൻ പറ്റൂല. ഈ യതീം അല്ലാത്ത കുട്ടികൾ എത്രയോ ബാപ്പുണ്ട്, പക്ഷേ ബാപ്പാക്കും കൂടി അങ്ങോട്ട് ചെലവിന് കൊടുക്കണം. അങ്ങനത്തെ എത്രയോ കുട്ടികൾ. യതീം കുട്ടിക്ക് എന്തായാലും ബാപ്പാന്റെ ചെലവുണ്ടാവില്ല. അപ്പോ സ്ഥാപനത്തിന് നേർച്ചയാക്കുമ്പോൾ എപ്പോഴും നല്ലത് സ്ഥാപനത്തിന് നേർച്ചയാക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാം. ഇന്നാളൊരാൾ നേർച്ചയാക്കി സിറാജുൽ ഹുദയിലുള്ള 100 യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയ്ക്ക് ഉദാഹരണം പറയാം. നേർച്ചയാക്കാൻ ഇവിടെ ഉണ്ടോ 100 യതീം കുട്ടികൾ? ഉണ്ടാവില്ല. ഇവനെന്താ ചെയ്യാവുന്നുണ്ട്? ഞാനെന്താ ചെയ്യാ? അപ്പൊ നേർച്ചയാക്കുമ്പോൾ സിറാജുൽ ഹുദയ്ക്ക് നേർച്ചയാക്കാം, ആവശ്യമുള്ളതിന് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നേർച്ചയാക്കുമ്പോൾ ഇന്ന് പറയാതിരിക്കുക ആണ് കൂടുതൽ നല്ലത്. ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞതാ, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യതീമിനേക്കാൾ ആവശ്യമുള്ള എത്രയോ യതീമില്ലാത്ത കുട്ടികളുണ്ട്. യതീമിനെന്ന് പറഞ്ഞ് തന്നാൽ നമ്മൾ യതീമിനെ ചെലവാക്കുള്ളൂ, അത് വേറെ വിഷയം. യതീമില്ലാത്തവർക്ക് വേണ്ടി ചെലവാക്കൂല. പക്ഷേ യതീം കുട്ടികളെ നോക്കാൻ ഒരുപാട് ആളുകളുണ്ട്. യതീം ഖാനാന്ന് പറഞ്ഞിട്ട് ഒരുപാട് യതീം ഖാനുണ്ട്. അവിടെ യതീമില്ലാത്ത കുട്ടികളെ പഠിക്കാൻ പറ്റും. കമ്മിറ്റിക്കാർക്കും നരകത്ത് പോകാൻ ഒരു വകുപ്പാണ്, കുട്ടികൾക്കും പോകാൻ ഒരു വകുപ്പാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പാടില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ സിറാജുൽ ഹുദയിലേക്ക് ഉള്ള സംഭാവനയുടെ ഫണ്ടെന്ന് വേറെയാണ്. സിറാജുൽ ഹുദയിലേക്കുള്ള ദിക്ർ ഹൽക്കയുടെ ഫണ്ട് സാധുക്കളെ സഹായിക്കാനുള്ളതാണ്. ഇപ്പോ ഇന്ന് ഉച്ചക്ക് ഈ അടുക്കത്ത് ഉള്ള ഒരു സ്ത്രീ മിഞ്ഞാന്ന് മറ്റോ കല്യാണം കഴിഞ്ഞിട്ട് ബാപ്പ മരിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. വളരെ വിഷമായിട്ട് പറഞ്ഞു. അവൾക്ക് ചെറിയ സംഖ്യ പാസ്സായി കൊടുത്തു.
വേറൊരാൾ അതുപോലെ തന്നെ വേറൊരു അപേക്ഷാ ഫോറം നേരത്തെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പാസ്സായി കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇന്നിപ്പോ ഞാൻ കണക്ക് നോക്കിയപ്പോൾ ഒരു മാസത്തിൽ ഏകദേശം ഇന്ന് കിട്ടിയ കണക്കനുസരിച്ച് 80,000 രൂപയോളം നമ്മുടെ റിലീഫ് ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദിക്ർ ഹൽക്ക ഫണ്ടിലൂടെ കിട്ടുന്ന സംഭാവനയാണ്. മർക്കസു സഖാഫത്ത് സുന്നിയുടെ കീഴിൽ ആയിരക്കണക്കിന് യതീം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ താമസിച്ച് പഠിക്കുന്ന യതീം കുട്ടികളും ഉണ്ട്. അതുപോലെ യതീം ഖാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. മർക്കസ് തുടക്കം തന്നെ മർക്കസ് യതീം ഖാന, തുർക്കിയായ യതീം ഖാന ആയിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ ധാരാളം യതീം കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി പലരും സംഭാവന കൊടുക്കാറുണ്ട്. നമ്മളും അൽഹംദുലില്ലാഹ് എത്രയോ യതീം കുട്ടികളെ നമ്മൾ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. യതീം കുട്ടികളെ തന്നെ 5 പൈസ വാങ്ങാതെ ബസ്സിന് പൈസ നമ്മൾ കൊടുക്കും, ഡ്രസ്സ് വേണേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, അവരെ ഫീസും നമ്മൾ അടക്കും. അങ്ങനെ യതീം കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് എത്രയോ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും നാദാപുരത്തും പാറക്കടവിലും കുറ്റ്യാടിയിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10ാം തരം പരീക്ഷയിൽ എല്ലാ കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. 13 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ 2 കുട്ടികൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെറുപ്പം മുതലേ നമ്മളുടെ സ്ഥാപനത്തിന്റെ വകയിൽ ഫ്രീ ആയി ചേർത്ത് കൊടുത്ത യതീം കുട്ടികളാണ്. ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായ 2 കുട്ടികൾ. ഒരു കുട്ടി 100% എല്ലാ വിഷയത്തിലും മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഒരു യതീം കുട്ടി. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് യതീം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളും ഹിഫ്ദുൽ ഖുർആൻ കോളേജിലൊക്കെ യതീം കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ യതീമിന്റെ പേര് പറയാറില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ താല്പര്യം. കാരണം അത് പറഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് പറയാറില്ല. അതേസമയത്ത് യതീം കുട്ടികൾ ഒരുപാട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കുട്ടികൾക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അള്ളാഹു തന്ന എല്ലാ ബർക്കത്തും അള്ളാഹു നിലനിർത്തിത്തട്ടെ. സിറാജുൽ ഹുദയുടെ കീഴിൽ തന്നെ അൽഹംദുലില്ലാഹ് 8,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികളിൽ അൽഹംദുലില്ലാഹ് ദഅവാ കോളേജിൽ ഇപ്പോൾ ഡിഗ്രിക്ക് എഴുതിയ മുഴുവൻ കുട്ടികൾ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അതോടുകൂടെ തന്നെ അവർ ഇൽമും പഠിക്കുന്നുണ്ട്. ഇതേ വേഷത്തിൽ വെള്ള കുപ്പായവും തലയെക്കൊട്ടൊക്കെ കെട്ടിയിട്ട് തന്നെ പഠിക്കും. ചിലർക്ക് ഉദാഹരണം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ കുപ്പായൊക്കെ മാറ്റണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ അവര് ഡിഗ്രി എടുത്തു, PGയും എടുക്കുന്നു. PGക്ക് എഴുതുന്ന കുറെ കുട്ടികളുണ്ട്. അവരുടെ ഉസ്താദുമാരും ഏകദേശം PG എടുത്ത പണ്ഡിതന്മാരാണ്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ഖൈറാകുന്നവർക്ക് പുരോഗമിപ്പിച്ച് തരുമാറാകട്ടെ. സിറാജുൽ ഹുദയുടെ കീഴിൽ 8,000-ഓളം കുട്ടികൾ വിവിധ സ്ഥലങ്ങളിലായി പഠിക്കുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലായി അതിന്റെ സ്ഥാപനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളൊക്കെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതും ഒരു ഇതാണ്. ചിലർക്കൊരു ധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ മതപരമായ കാര്യമൊന്നും പഠിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പാസ്സാവൂല എന്നൊരു ധാരണ ഉണ്ട് ചിലർക്ക്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്കൂളുകളിൽ മുഴുവനും മദ്രസാ പഠനം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളിലും മദ്രസാ പഠനം പൂർണ്ണമായി കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല 10ാം ക്ലാസ് വരെ മദ്രസ എഴുതിയിട്ട് കുട്ടികളെ ജയിപ്പിക്കുന്നുണ്ട്. ഏകദേശം കുട്ടികൾക്കും റാങ്കും മറ്റും കിട്ടാറുണ്ട്. അപ്പൊ ചിലർക്ക് ധാരണയാണ് ഒന്നുണ്ടാകുമ്പോൾ മറ്റുണ്ടാവില്ല. അങ്ങനെ ഒരു ധാരണ വേണ്ട. നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്വരീഖത്ത് സ്വീകരിക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് ദുനിയാവിന്റെ രംഗത്ത് ഭരണാധികാരിയാണ്, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്, വലിയ പണക്കാരനാണ്. അതേസമയത്ത് തഖ്വയുടെ രംഗത്ത് ഏത് നിഅമത്ത് കിട്ടുമ്പോഴും ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയിൽ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ്. ഇത് നമ്മളും മനസ്സിലാക്കണം. പല മുസ്ലിങ്ങളുടെയും മക്കൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ചേർത്തിട്ട് ഫാത്തിഹ പോലും അറിയാതെ, നിസ്കാരത്തിന്റെ ഫർള് പോലും അറിയാതെ, അതുപോലെ തന്നെ വുളു എടുക്കുന്നത് അറിയാതെ, ഒരു കാര്യവും അറിയാതെ വെറും ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്നൊരു ധാരണ. അപ്പോ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓല ഷെഡ് കെട്ടി നമുക്കത് കഴിയില്ലല്ലോ. ഓല ഷെഡ് കെട്ടി പണക്കാർ തുടങ്ങുമ്പോഴല്ലോ ഓല ഷെഡ് കെട്ടി തുടങ്ങി. അപ്പൊ പലരും ചോദിച്ചു മുസ്ലിംമാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞല്ലോ 3 സ്കൂളിലും മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷൻ വാങ്ങി. അതുപോലെ തന്നെ 13 കുട്ടികൾക്ക് 100 മാർക്ക് എല്ലാ വിഷയത്തിലും കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അല്ലാഹു തആല പുരോഗമിപ്പിച്ച് തരുമാറാകട്ടെ. അത് ദീനിന് ഉപകരിക്കുന്നതായി അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ 250-ഓളം കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കുന്ന കുട്ടികളുണ്ട്. അതേസമയത്ത് തന്നെ ഒരു സ്കൂൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ SSLC പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. 1000-ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതിൽ 250-ഓളം കുട്ടികൾ ഇപ്പോഴും അവിടെ തന്നെ താമസിച്ച് റമദാനിലും പഠിക്കാൻ അവർക്ക് സ്കൂളും കൂടി പോകണം. അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികൾക്കും നമുക്കും നാഫിയായ ഇൽമ ഏറ്റി തരുമാറാകട്ടെ. നമ്മുടെ സയൻസ് കോളേജിൽ നാദാപുരത്ത് ഇന്നലെ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു എല്ലാ കുട്ടികളും BSc ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ വിഷയത്തിലും അള്ളാഹു തആല ധാരാളം ബർക്കത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല ബുദ്ധിയും വികാസവും അറിവും ഹിഫ്ദും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വിദേശങ്ങളിൽ നമ്മോട് സഹായിക്കുന്ന ആളുകളെയും നമ്മയും എല്ലാം അള്ളാഹു ദീനിന്റെ ഖാദിമീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. തെറ്റുകൾ വന്നാൽ മനസ്സിന്റെ ഉള്ളിൽ ഖേദമുണ്ടാവുക എന്നത് മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്.
ഞാൻ മുമ്പ് നാദാപുരത്ത് വെച്ച് വാല് പറയുമ്പോൾ 7 ദിവസത്തെ വാല് നമ്മൾ കൊല്ലം തോറും പറയാറുണ്ട്. അള്ളാഹു ഈ വരുന്ന വർഷവും അള്ളാഹു പറയാൻ അവസരം നൽകുമാറാകട്ടെ. കഴിഞ്ഞ കൊല്ലം സൂറത്ത് റഹ്മാനാണ് നമ്മൾ സംസാരിച്ചത് 7 ദിവസം. അതിന് മുമ്പത്തെ വർഷം സൂറത്ത് യാസീനാണ് സംസാരിച്ചത്. അതിന്റെയൊക്കെ സീഡികൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ പ്രസംഗിച്ച എത്രയോ പ്രസംഗങ്ങൾ ഉണ്ട്, അതിന്റെ സീഡികൾ നിങ്ങൾക്കൊക്കെ കേൾക്കാം. ആ കൂട്ടത്തിൽ ഒരു ദിവസം പാപവും പശ്ചാത്താപവും എന്ന വിഷയം വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവം, ആ സീഡികൾക്ക് തെറ്റുകളിൽ നിന്ന് മാറി ഞാൻ എന്റെ ജീവിതത്തിന് പുതിയ ശൈലി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരൻ, അല്ലാഹു തആല നമുക്കും അവർക്കും എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകി നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ അന്ന് ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഒരു ദിവസം അൻസാരികളിൽപ്പെട്ട ഒരാളുടെ വാതിലിന്റെ സമീപത്ത് കൂടി പോകുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ഒരു സ്ത്രീയിലേക്ക് നമ്മുടെ കണ്ണ് അറിയാതെ പെട്ടുപോയാൽ ഉടനെ കണ്ണ് തിരിച്ചു കളയുകയാണ്. പിന്നീട് ആ സ്ത്രീയെ അങ്ങോട്ട് നോക്കാൻ, സ്ത്രീകളെ നോക്കൽ, അന്യ സ്ത്രീകളെ നോക്കൽ അനുവദനീയം അല്ല. വികാരത്തോടുകൂടിയാണെങ്കിൽ സ്വന്തം ഉമ്മാനെ പോലും നോക്കൽ അനുവദനീയമല്ല. വികാരമില്ലെങ്കിൽ തന്നെ അന്യ സ്ത്രീകളെ നോക്കൽ ഹറാമാണ്, നോക്കാൻ പാടില്ല. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, അവരുടെ മുഖത്തേക്ക് വികാരത്തോടുകൂടി നോക്കൽ, മോശമായ ചിന്തയോടുകൂടെ നോക്കൽ ഹറാമാണ്. എന്നാൽ വികാരമില്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കൽ ഹറാമാണെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം അത് ഹറാമിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടാകും എന്നതുകൊണ്ട് സൂക്ഷ്മതയുടെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കൽ ഹറാമാണ് എന്ന് തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെയുള്ള ആൺകുട്ടികളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമായി പോകും എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തെറ്റുകൾ ചെയ്തവർക്കും എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പ് നൽകുമാറാകട്ടെ. തെറ്റുകളിലേക്ക് മനസ്സ് നീങ്ങിപ്പോകാതെ ഹലാല് കൊണ്ട് ഹറാമിൽ നിന്ന് നമുക്ക് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ ഒന്നുകൂടി നോക്കിപ്പോയി. അങ്ങനെ നോക്കാൻ പാടില്ലായി. പക്ഷേ നോക്കിയതിന് ശേഷമാണ് മഹാനവറുകളുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള ബോധം വന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനൊരു അന്യപെണ്ണിനെ തുറിച്ചു നോക്കിയ വിവരം അറിയിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ കുറവാകുമോ, പടച്ചവന്റെ ശിക്ഷയ്ക്ക് ഞാൻ വിധേയമാകുമോ എന്ന ഭയം വന്നപ്പോൾ മഹാനായ സഅലബത്ത് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഓടിക്കളഞ്ഞു. മക്ക മദീനയുടെ ഇടയ്ക്കുള്ള ഒരു പർവ്വതത്തിന്റെ സമീപത്ത് പോയി അതിന്റെ ഉള്ളിലേക്ക് കിടന്ന് 40 ദിവസത്തോളം അവിടെ കൂടി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബിയേ, അല്ലാഹു തങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, തങ്ങളുടെ ഉമ്മത്തിൽ ഒരാൾ ഓടിപ്പോയിട്ടുണ്ട്, അദ്ദേഹം എന്നോട് ഇങ്ങനെ കാവല് ചോദിക്കുന്നുണ്ട്, നരകത്തിൽ നിന്ന് കാവല് ചോദിച്ച് എന്നോട് കരഞ്ഞ് പറയുന്നുണ്ട്, ആ ഓടിപ്പോയ വ്യക്തി ആ പർവ്വതങ്ങൾക്കിടയിലുണ്ടെന്ന വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും സഅലബത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. അവര് രണ്ടാളും അവിടെ ചെന്ന് ആ പർവ്വതത്തിന്റെ സമീപത്ത് ചെന്നപ്പോ ആട്ടിനെ മേക്കുന്ന ആട്ടിടയനെ കാണുന്നു. ദുഫാഫത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതാ സഅലബത്തിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു. ദുഫാഫത്ത് ചോദിക്കുന്നു, നരകാഗ്നിയിൽ നിന്ന് ഓടിപ്പായുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തെ കുറിച്ചാണോ നിങ്ങളുടെ ചോദ്യം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ നിങ്ങളങ്ങനെ പറയാൻ കാരണം?
ഞാനങ്ങനെ പറയാൻ കാരണം രാത്രി പകുതിയായാൽ ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഇറങ്ങി വന്നിട്ട് 2 കൈയും മേൽപോട്ടുയർത്തി അതേ തലയുടെ ഭാഗത്തേക്ക് കൈ ഉയർത്തിയിട്ട് അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് പടച്ച റബ്ബിനോട്, അല്ലാഹുവേ, നീ തീരുമാനം പറയുന്ന ദിവസത്തേക്ക് എന്റെ തെറ്റ് മാറ്റിവെക്കരുതേ, എന്റെ റൂഹിനെ നീ പിടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതേ നിലക്കുള്ള പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ തന്നെയാണ് അന്വേഷിക്കുന്നത്, എന്നാ രാത്രിയിൽ ഞാൻ വിവരം തരാമെന്ന് പറഞ്ഞു. രാത്രി സമയത്ത് അദ്ദേഹം ഇറങ്ങി വന്നു. എവിടെയാണ് നരകത്തിൽ നിന്ന് രക്ഷ? എപ്പോഴാണ് നരകത്തിൽ നിന്ന് രക്ഷ? എനിക്കെപ്പോഴാണ് സുരക്ഷിതത്വം ലഭിക്കുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഞാൻ ഉമറാണ് സഅലബത്തെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ചോദ്യം, അഅലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ പാപം, എന്റെ തെറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞുപോയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്കതറിയില്ല, പക്ഷേ ഇന്നലെ നിന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളെ അയച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഅലബത്തിന്റെ മറുപടി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ എന്നെ നിങ്ങളങ്ങോട്ട് കടത്താവൂ, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തിസ് സലാ എന്ന് പറഞ്ഞതിന് ശേഷമല്ലാതെ നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് എത്തിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അതേ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനെ കൂട്ടി മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. അവിടുത്തെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ, ഖുർആൻ മനുഷ്യന്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ഗ്രന്ഥമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഏത് പാറകളെയും പൊട്ടിക്കാൻ കഴിവുള്ള ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. ഏതുറച്ചുപോയ മനസ്സിനെയും മാറ്റിയെടുക്കാൻ പര്യാപ്തമല്ലേ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ മഹാനായ സഅലബത്ത് ബോധം കെട്ടങ്ങ് വീണു. മഹാനായ സഅലബത്ത് റളിയല്ലാഹു അൻഹു വീണത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ, ഉമറേ, സൽമാനെ, സഅലബത്ത് എന്ത് ചെയ്തു? സഅലബത്ത് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഹുവദാ ഹുവദാ യാ റസൂലല്ലാഹ്, സഅലബത്തദാ അവിടെ ബോധം കെട്ട് വീണിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ സമീപത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് അനക്കി നോക്കി. അതേ, മല്ലദീ ഗയ്യബക അന്നീ, സഅലബത്തെ, നിന്നെ എന്റെ സദസ്സിന്ന് കൊണ്ടുപോയതെന്താണ്? ആ സമയത്ത് മറുപടി പറഞ്ഞു, ദംബി, എന്റെ പാപമാണ് നബിയെ നിമിത്തമായത്, ആണ് നബിയെ നിമിത്തമായത്. അവിടുന്ന് ചോദിക്കുന്നു, നിനക്ക് നിന്റെ ദോഷങ്ങളൊക്കെ മായ്ച്ചു കളയാൻ ഞാനൊരായത്ത് പഠിപ്പിച്ചു തരട്ടെ? ഓ നബിയെ, അത് തന്നെയല്ലേ ബലാ യാ റസൂലല്ലാഹ്. എന്നാൽ നീ അങ്ങ് പറഞ്ഞു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് നന്മ തരണേ, ആഖിറത്തിലും എനിക്ക് നന്മ തരണേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷ ഞങ്ങൾക്ക് നീ കാക്കണേ. അതിലുൾപ്പെടാത്ത ഒരു ദുആയുമില്ല. എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നൊരു ദുആയാണത്. പടച്ച റബ്ബിനോട് കുറെ വിശദമായി പറയണമെന്നില്ലല്ലോ.
ദുന്യാവിൽ എല്ലാ നന്മയും കിട്ടാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിൽ എല്ലാ നന്മയും ചോദിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് കാവലും ചോദിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞു കൊടുത്തപ്പോ സഅലബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇന്ന ദംബി അഅ്ളമു മിൻ ദാലിക, അതിനെക്കാളൊക്കെ വലിയ തെറ്റാണ് നബിയേ, എന്റെ തെറ്റ് എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ബൽ കലാമുല്ലാഹി അഅ്ളമു, അല്ലാഹുവിന്റെ കലാം അതിനേക്കാൾ വലുതാണ്, വലുതാണ്, മഹത്വമുള്ളതാണ്. സഅലബത്തെ, നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. സഅലബത്തിന് വന്നുപോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദം ഹൃദയത്തിൽ നിന്ന് നീങ്ങുന്നില്ല. സഅലബത്ത് പോയി 3 ദിവസം കൊണ്ട് രോഗത്തിലായി പോയി. ആ രോഗത്തിൽ കിടക്കുന്ന വിവരമറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബത്തിനെയും കൂട്ടി സഅലബത്തിന്റെ രോഗം കാണാൻ വേണ്ടി പോയി. ആ സഅലബത്തിന്റെ തലയെടുത്ത് അവിടുത്തെ മടിയിൽ വെച്ചു. മടിയിൽ വെച്ചപ്പോൾ സഅലബത്ത് റളിയല്ലാഹു അൻഹു മടിയിൽ നിന്ന് തലയങ്ങ് വലിച്ചു കളഞ്ഞു. സഅലബത്തേ, എന്റെ മടിയിൽ നിന്ന് നിന്റെ തല എന്തിനാ വലിച്ചത് എന്ന് ചോദിക്കുമ്പോ സഅലബത്ത് റളിയല്ലാഹു അൻഹു താഴ്മയോടെ മറുപടി പറയുന്നു, ലിഅന്നഹു മൽആനും മിനൽ ദുനൂബ്, തെറ്റിനാൽ നിറഞ്ഞുപോയ തലയാണ് നബിയെ, തങ്ങളുടെ ശറഫാക്കപ്പെട്ട മടിയിൽ വെക്കാൻ എന്റെ തല ഗുണമില്ല നബിയേ. മഹാനായ സഅലബത്ത് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുന്നു, നീ എന്താണ് അനുഭവിക്കുന്നത്? എനിക്ക് ഉറുമ്പുരിയും പോലെ, എന്റെ എല്ലിന്റെയും തോലിന്റെയും ഇടയിൽ ഉറുമ്പുരിയും പോലെ ഞാൻ അനുഭവിക്കുന്നു. എന്താ സഅലബത്തെ നിനക്ക് വേണ്ടത്? ആ സമയത്ത് മറുപടി മഗ്ഫിറത്തു റബ്ബി, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ പടച്ച റബ്ബ് എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ എനിക്കൊന്ന് പുറത്ത് കിട്ടണം, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നിനക്ക് പൊറുത്തിട്ടുണ്ട് സഅലബത്തേ. പറഞ്ഞു തീരുമ്പോൾ ഒരൊറ്റ ശബ്ദമാണ്, മറിഞ്ഞു വീണ് വഫാത്തായി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് കുളിപ്പിച്ച് കഫന്റെ നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന സമയത്ത് കാലിന്റെ വിരല് കുത്തിയിട്ടാണ് അവിടുന്ന് നടന്നു പോകുന്നത്. സഹാബത്ത് ചോദിക്കുന്നു, റഅയ്നാക തംശീ അലാ തുറാഫി അനാമിലിക, കാലിന്റെ വിരലുകളുടെ തെല്ലിൽ കാല് കുത്തിയിട്ടല്ലേ തങ്ങൾ നടന്നത്, എന്താണ് നബിയെ കാരണമെന്ന് ചോദിക്കുമ്പോ ലമ്മസ്തതിഅൻ വഅരിജലയ അലൽ അർദി മിൻ കത്റതി മൻ ശയ്യാഹു മിനൽ മലായിക, ആ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത ചെറുപ്പക്കാരനായ സഅലബത്തിനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. ആ സഅലബത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിന് ഇറങ്ങിയ മലക്കുകൾ, ആ മലക്കുകൾ നിറഞ്ഞു നിന്നതിനാൽ എന്റെ കാല് വെക്കാൻ സ്ഥലം കിട്ടിയില്ല. പറച്ച റബ്ബിലേക്ക് മനസ്സ് ഖേദിച്ച് മടങ്ങിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം ചെറുതല്ല. അതിനേറ്റവും നല്ല സന്ദർഭമാണ് ശഅബാനിന്റെ ഈ അവസാനത്തെ സമയമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഈ പ്രസംഗിക്കുന്നവൻ മഅസൂബേ നബിയല്ല, മലക്കുകളിൽ പെട്ടവനല്ല, മഹ്ഫൂദുകളായ കുതുബുകളിൽ മെമ്പറല്ല. ഞങ്ങളെല്ലാം ഒരുപാട് ദൗർബല്യങ്ങൾ സംഭവിച്ചു പോകാനിടയുള്ള പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനേ.
ഈ കുറ്റ്യാടി എന്ന പ്രദേശത്ത് പടച്ച റബ്ബേ നിനക്കറിയാം, ദിക്റിന്റെ ഒരു സദസ്സോ ഇൽമിന്റെ ഇതുപോലൊരു മജ്ലിസോ അല്ലെങ്കിൽ ഒരു കൂട്ടുപ്രാർത്ഥനയുടെ സദസ്സോ ഇല്ലാതെ എത്രയോ ദശക്കണക്കിന് വർഷം സുന്നത്ത് ജമാഅത്തിന്റെ ഭക്തിപരമായ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ഭൗതികതയിൽ ആണ്ടിറങ്ങിയിട്ട് അതേ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന നിലക്ക് ഈ കുറ്റ്യാടിയും പരിസരങ്ങളുമായി തീർന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ഓലശെഡ് കെട്ടി തുടങ്ങിയ ഞങ്ങളെ സ്ഥാപനം, അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ ആ ഷെഡിൽ വന്ന് നിസ്കരിച്ചവർ, ആ ഷെഡ് കെട്ടുമ്പോൾ സഹായിച്ചവർ, സന്തോഷിച്ചവർ മുതൽക്ക് ഇന്നേ വരെ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ പ്രവർത്തിച്ച വിദേശത്തും നാട്ടിലുമുള്ള പ്രവർത്തകന്മാർ, അതുപോലെ സഹായങ്ങൾ നൽകിയവർ, ഇന്നും ഇവിടെ വന്ന് സ്വർണവും പണവും പലതും നേർച്ച തന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിസീവർമാരെ കൈവശത്തിലും ഓർഗനൈസർമാരെ കൈവശത്തിലും അതുപോലെ ഞങ്ങളുടെ കയ്യിലുമൊക്കെ ചെറുതും വലുതുമായ സംഭാവനകൾ തന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ, ജീവിച്ചിരിക്കുന്ന ഉമ്മബാപ്പമാർ, ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർ, ജീവിച്ചിരിക്കുന്നവർ, ഉസ്താദുമാരിൽ നിന്ന്, ആലിമീങ്ങളിൽ നിന്ന്, സയ്യിദന്മാരിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചവർ, എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകുകയും അവരുടെയും ഞങ്ങളുടെയും സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനേ, നീ മാപ്പാക്കണേ റഹ്മാനേ. തെറ്റുകളിലേക്ക് ചിന്ത നീങ്ങാതെ, ശൈത്താനിന് വഴിപ്പെട്ടു പോകാതെ, തടിഹവയുടെ ഇച്ഛയിൽ കുടുങ്ങിപ്പോകാതെ, ഹലാലായ വഴിയിൽ ഞങ്ങൾക്ക് നീ ഭാവി ജീവിതം തരണേ റഹ്മാനെ. തെറ്റായ ചിന്തകൾ ഞങ്ങളുടെയോ ഞങ്ങളെ മക്കളുടെയോ ഞങ്ങളെ ശിഷ്യന്മാരുടെയോ ഞങ്ങളെ പ്രിയം വെച്ചവരുടെയോ മനസ്സിൽ വല്ലതും കടന്നെങ്കിൽ നീ എടുത്ത് പറിച്ചെറിയണേ റഹ്മാനെ. ഞങ്ങൾക്ക് നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലവരായി മരിക്കാനും തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. റബ്ബേ, വിദേശങ്ങളിൽ പോയപ്പോൾ ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും സൗദിയിലും ദുബായിലും UAE-യിലും അതുപോലെ പല രാജ്യങ്ങളിലും ഒമാനിലും റബ്ബേ പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ ഞങ്ങളോടും ഞങ്ങളുടെ പ്രതിനിധികളോടും സഹായങ്ങൾ നൽകിയവരും വാഗ്ദത്തം ചെയ്തവരും സഹകരിച്ചവരും നാട്ടിലും ഒരുപാടുണ്ട്. നിനക്കറിയാം, ഇപ്പോൾ ഞങ്ങളെ തഹാത്തങ്ങൾ ഒമാനിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി യാത്രയിലുണ്ട്. ഇബ്രാഹിം ഉസ്താദ് മക്കയിൽ ഉംറയ്ക്ക് പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളെ പ്രവർത്തകന്മാർ അവിടെയുള്ളവരും പോയവരും വന്നവരും ഈ സദസ്സിൽ പങ്കെടുത്തവരും ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. നീ ബഹുമാനിച്ച ദിവസങ്ങളെ, നീ ബഹുമാനിച്ച സ്ഥലങ്ങളെ, നീ ബഹുമാനിച്ച വ്യക്തികളെ, നീ ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിച്ചുകൊണ്ട് നിന്റെ കാരുണ്യം നേടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഈ സദസ്സിൽ പങ്കെടുത്തവർ ഇന്നും ഇന്നലെയും എല്ലാ ദിവസങ്ങളിലും ഇവിടെ നേർച്ചകളും സംഭാവനകളും നീ വന്ന പതിനായിരങ്ങൾ, അവരെ ഖൽബിലുള്ളതൊക്കെ നിനക്കറിയാം. അവർക്ക് കൊടുക്കാൻ നിനക്കല്ലാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ല. അവരെ ഖൽബിൽ ഉദ്ദേശിച്ച പ്രശ്നം എന്താണോ നീ അത് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായ അഹമ്മദ് സാഹിബിനും ഇന്നത്തെ ഭക്ഷണം അദ്ദേഹത്തിന്റെ അടുത്ത ഹൽക്കയിലേക്ക് മാറ്റിവെച്ച് ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്ന മൊയ്തുഹാജിക്കും നീ പരിപൂർണ ആരോഗ്യം നൽകണേ റഹ്മാനെ. എന്ത് രോഗം എവിടെയുണ്ടെങ്കിലും നീ പരിപൂർണമായി സുഖപ്പെടുത്തണേ റഹ്മാനെ. അതുപോലെ ഇന്നിവിടെ വന്ന് നേർച്ചകളും സംഭാവനകളും സ്വർണവും പണവും ഒക്കെ തന്ന പലരും അവരുടെ ബന്ധത്തിൽ പല രോഗികളെ കുറിച്ചും പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്, സ്വന്തം രോഗം പറഞ്ഞവരുണ്ട്. സർവ്വ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനെ. ഈ അടുത്ത് മരിച്ചുപോയ ഹസനാലിക്കും അതുപോലെ അഹ്മദ് കാക്കും അതുപോലെ കല്ലൂരാവിയിലെ ഫാറൂഖിന്റെ പിതാവിനും അതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്ത പലരും അവരെ ബന്ധത്തിൽ പലരും മരിച്ചവരുണ്ട്. അവരുടെ ഉപ്പയുടെയും ബന്ധപ്പെട്ടവരുടെയും ആണ്ട് നടക്കുന്നുവെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, മുഴുവൻ ആളുകളെ ഖബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കണേ റഹ്മാനേ.